ഇനി അടുത്തൊന്നും ബിഗ് ബോസിൻ്റെ വീഡിയോ ഇടണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. ലോകയുടെ റിവ്യൂ ഇടാം, അത് കഴിഞ്ഞിട്ട് ബാക്കി നോക്കാം എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷെ ലോകയുടെ ടിക്കറ്റാണെങ്കിൽ കിട്ടുന്നില്ല. അല്ലൊരു പൈസ ഇല്ലാത്തവർക്ക് ടിക്കറ്റ് കൊടുക്കാത്ത ഒരു വൃത്തിയായിട്ട സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുപോട്ടെ, ബിഗ് ബോസിലേക്ക് വരുവാണെങ്കിൽ ഞാൻ എൻ്റെ കരിയറിൽ കണ്ടിട്ടുള്ള ഏറ്റവും വൃത്തികെട്ട കണ്ടസ്റ്റൻസ് ആണ് ഈ സീസൺ 7 വന്നേക്കുന്നത്. ഇമാതിരി ലോ ലെവലിലുള്ള സാധനവും സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. കമൻറ്റ് BR വർക്കാന്ന് പറയാം, പക്ഷെ അതിൻ്റെ ഇടയിൽ വന്നൊക്കെ ലൈക്കിൻ്റെ എണ്ണം ഇതെങ്ങനെ ഇത്? അനുമോളുടെ ഫാൻസ് ഇപ്പോഴും പറയുന്നത് മോഹൻലാൽ വന്ന് അലക്കിയിട്ട് അനുമോൾ കല്ല് പോലെ നിന്നു, അതാണ് നിലപാടെന്നാണ്. എന്നാൽ ഇവനെ സമ്മതിക്കണം, ഉരുക്കുപോലെ നിന്നുകള. അഭിമാനമുണ്ട് ഗോവിന്ദ, അഭിമാനമുണ്ട്. പക്ഷേ ദ ഫാക്ട് ഈസ്, ഇതിനു മുമ്പ് മോഹൻലാൽ പൊക്കിയിട്ടുള്ള ശ്വേതാ മേനോനാണെങ്കിലും അനിയനാണെങ്കിലും കള്ളം പറഞ്ഞൊന്നും സമ്മതിച്ചു കൊടുത്തിട്ടില്ല. കമന്റ് ചെയ്തിരിക്കുന്ന ഇന്ത്യൻ ആർമിയെ കുറിച്ചാണ്. ഒന്നാമത് അങ്ങനെ ഒരു ലേഡി കമാൻഡോ ഇല്ല. ഞാൻ പറഞ്ഞത് സത്യമാണ്. അനിയൻ മിഥുനെയും ശ്വേതാ മേനോനെയും ആരും സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വന്ന് കണ്ടിട്ടില്ല. പക്ഷെ അനുമോളെ സപ്പോർട്ട് ചെയ്ത ഒരു കൂട്ടം നിലവിലുള്ളത് കാണാം. ബിക്കോസ് ഒരു തെളിവും വേണ്ട, അവരത് ചെയ്യും. ഒരു കാരണങ്ങളും അറിയണ്ട, അവരെ ശിക്ഷിക്കണം. ഇത്തരം കുൽസിതങ്ങൾ പറഞ്ഞു നടക്കാനും അത് സ്വയം നടന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കാനും താല്പര്യമുള്ള ഒരു കൂട്ടം ആൾക്കാർ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഇവിടെ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് BP ലോ ആയിട്ട് ഞാനിവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി, ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി ഇവിടെ കൊണ്ട് നിട്ടിരുന്നത്. ഞാൻ എൻ്റെ ഭാര്യയുടെ അടുത്തോട്ട് ഞാൻ തലവെച്ച് ഇങ്ങനെ കിടന്നപ്പോൾ ഈ വീട്ടിലുള്ളൊരു പെങ്കൊച്ച് അത് കണ്ടിട്ട് പറയുക, ഞങ്ങളിവിടെ വേറെന്തോ കാർ ഒതുക്കിയിട്ട് വേറെന്തോ പരിപാടിയായിരുന്നു. ഇവള് ഭാര്യയും ഭർത്താവാണെന്നുള്ളത് അറിഞ്ഞിട്ടില്ല. ആരും ആയിക്കോട്ടെ, മറ്റൊരാളുടെ സ്വകാര്യതയിൽ കയറി എത്തി നോക്കിയിട്ട് പറയുക. പിന്നെ ഇതെല്ലാം ബിഗ് ബോസിന്റെ നന്മയ്ക്കാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു ആശ്വാസം. ഞാൻ ഇത്രയും ദിവസം നിന്നത് ആർക്ക് വേണ്ടി? ബിഗ് ബോസിന് വേണ്ടിയിട്ടാ. ഇവിടെ റേറ്റിംഗ് കിട്ടാൻ വേണ്ടിയിട്ട്. പൈസ കൂടുതൽ ഞാൻ നിൽക്കുന്ന പ്രോഗ്രാമിൽ റേറ്റിംഗ് വേണം. അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഐ എം സോറി. നിയമനിർവഹണത്തിനിടയിൽ എനിക്കിങ്ങനെ ഒരു തെറ്റ് പറ്റാൻ പാടില്ല. ഓക്കെ, നാട്ടിൽ ഇമാതിരി അപരാധങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ ഇവരുടെ സപ്പോർട്ട് കാണുമ്പോൾ കപ്പ് ഉണ്ടെങ്കിൽ അനുമോൾക്ക് കൊടുക്കുമെന്ന് ഡൗട്ട്. ഓക്കെ, അനുമോളുടെ സ്ട്രാറ്റജിയെ കുറിച്ചുള്ള ഊഹാപോഹങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അനുമോൾ വന്നപ്പോൾ തന്നെ ഒരു ലവ് സ്ട്രാറ്റജി പിടിക്കണമെന്ന് അനുമോൾക്ക് താല്പര്യം ഉണ്ടായിരുന്നു. അതിന് പറ്റിയ ഒരേ ഒരാളെ കൂട്ടത്തിൽ ആര്യനാണെന്ന് അനുമോൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കണം. ആര്യനാണെങ്കിൽ ജിസേലിൻ്റെ കൂടെയാണ്. അങ്ങനെ ആര്യനുമായിട്ട് ലൈൻ വലിക്കാനിരുന്ന അനുമോൾ കണ്ട് തൊട്ടടുത്തിരുന്ന ജിസൈലിനെയാണ്. പിന്നെ ജിസൈലും ആര്യൻ്റെയും കൂട്ടുകെട്ട് കണ്ട് ജലസാവുന്ന പോലൊരു റോള് പിടിക്കാൻ നോക്കി. അത് കഴിഞ്ഞപ്പോഴാണ് വൈൽഡ് കാർഡ് എൻട്രി വന്നത്. അപ്പോൾ അതുങ്ങളുടെ നിന്ന് അനുമോൾക്ക് മനസ്സിലായി സപ്പോർട്ട് അനുമോൾക്കാണ്. അപ്പോൾ ബാക്കിയുള്ള 2 പോസ്റ്റുകളെ ഒടിക്കാമെന്ന് അനുമോൾ വിചാരിച്ച് കാണണം. അങ്ങനെ പോസ്റ്റ് ഒടിച്ചു കിട്ടാൻ മറ്റൊരു ഗുണം, അവിടെ വേറൊരു ലവ് സ്ട്രാറ്റജി ഉണ്ടാകാനുള്ള സാധ്യതയെ അനുമോൾക്ക് ഒഴിവാക്കാം. എന്നാലും വളരെ വൃത്തികെട്ട സ്ട്രാറ്റജി പോയി. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, പഴയ സീസണിലെ പോലെ ഒറ്റപ്പെട്ട സ്ട്രാറ്റജിയൊക്കെ ഉപയോഗിച്ച് കളി ജയിക്കുന്നൊക്കെ മടുത്തു, പുതിയ എന്തെങ്കിലും കൊണ്ടുവരണം. പക്ഷെ ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഒറ്റപ്പെട്ട സ്ട്രാറ്റജിനേക്കാളൊക്കെ എത്രയോ ഭേദം. അപ്പോൾ ഓക്കെ, ബൈ. ഞാൻ ആരാണ്? മക്കൾക്ക് ഈ സദാചാര പോലീസിന്റെ അസ്കിത ഉണ്ടല്ലോ, അതൊന്നും മാറ്റണമല്ലോ. ഒരാണും പെണ്ണും ഒരിടത്ത് നിന്ന് സംസാരിക്കുന്ന കണ്ട നിനക്കൊക്കെ എന്താടാ ഇത്രയ്ക്ക് ചൊറിയാൻ? കപട സദാചാരം, അത് നമ്മൾ മലയാളികളുടെ ഒരു പൊതു സൂക്കേടാണ്. നല്ല മരുന്ന് കൊടുത്തില്ലെങ്കിൽ അർബുദത്തെക്കാൾ മാരകം. പരസ്പരം ചുംബിക്കാൻ നമുക്ക് അവകാശമുണ്ട്, ചുംബിക്കാതിരിക്കാനും. എന്നാൽ നിങ്ങൾ എൻ്റെ കൺമുന്നിൽ വെച്ച് ചുംബിക്കരുത് എന്ന് പറയാൻ എനിക്കൊരവകാശവുമില്ല. ഇഷ്ടമില്ലാത്ത കാഴ്ചകളിൽ നിന്ന് ഞാനാണ് മാറിപ്പോകേണ്ടത്. അതാണ് മര്യാദ